ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടോട്ടിക്ക് കല്യാണത്തിന് പോയ വീഡിയോ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇല്ലം കാണാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇല്ലത്തിൻ്റെ വീഡിയോയും അതിൻ്റെ ഇല്ലത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം, അതിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവനായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു നമ്മളന്ന് പോയത് കല്യാണത്തിന്. എളാപ്പൻ്റെ വീട്ടിലേക്കാണ് നമ്മളില്ലം കാണാനാണ് പോകുന്നത്. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് മൂത്തപ്പൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. ആദ്യം കല്യാണത്തിനാണ് പോകുന്നത്. നിക്കാഹും കാര്യങ്ങളും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ പോയി കാണും. ഷോർട്സ് വീഡിയോ ആണ്. അപ്പോൾ അത് പോയിട്ട് കാണണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയിൽ ഒരു 100% ഒരു 25% ആളുകൾ മാത്രം കൂടുന്നൊരു പരിപാടിയാണ്. ബാക്കിയുള്ളവർക്ക് ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന്. നമ്മളൊരു 10-17 ആൾക്കാരടങ്ങിയ ഒരു കുഞ്ഞു വണ്ടിയിലാണ് പോകുന്നത്. ബാക്കിൽ തറവാട്ടത്തെ വീട്ടുകാരും എന്താ പറയുക നമ്മുടെ ആപ്പാപ്പാൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് കൊള്ളാത്തതുകൊണ്ട് നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് അവരും വരുന്നത്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി. അവിടെ കല്യാണം നിക്കാഹ് 10:30-ക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ എന്താ പറയുക പുയ്യാപ്പള്ളി ബുധനൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ഇല്ലം കാണാനാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. ഒരു ഷോർട്ടാക്കി കാണിക്കുകയാണ്. ഇത്ര ഒന്നുമല്ല, ഒരു കല്യാണത്തിലുള്ള ആളുകളുടെ എൻ്റെ ഫാമിലിയിൽ. ഞങ്ങൾ ഇതേപോലെ എല്ലാ വർഷവും എവിടേക്കെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഫാമിലി ട്രിപ്പ് പോവാറുണ്ട്. എൻ്റെ ഫാമിലി കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്നല്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ നമ്മൾ പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് പോകൽ കേട്ടോ. അപ്പോൾ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോകൽ. അല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫാമിലിയുടെ കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് പലരും നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോഴാണ്. ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ കൊണ്ടോട്ടി മൂത്താപ്പാൻ്റെ വീട് പെരിന്തൽമണ്ണ കുന്നക്കാവിൽ ആ ടീമും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരൊക്കെ നമ്മൾ ഇല്ലത്തെത്തിയിട്ട് കാണിക്കുന്ന വീഡിയോയിൽ അവരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇല്ലത്തെത്തി. അൽ ഗസാലി ഇവിടെ എന്താണ് കേട്ടോ ഇല്ലം. ഇവിടെ ശരിക്കും നമ്മളൊരു റിസോർട്ടിൽ പോയൊരു ഫീലിംഗ് ആണ് കേട്ടോ. അതേ ഒരു പ്രതീതിയാണ് മുഴുവനായിട്ടും. മുറ്റൊക്കെ ആണെങ്കിലൊക്കെ ഫുള്ള് നല്ല ഭംഗിയായ ഒരു പാർക്കിലൊക്കെ പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവരങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പറമ്പും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ ഫാമിലി. കുന്നക്കാവിലുള്ള മൂത്താപ്പയും മൂത്താപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിന്നില്ല എന്ന് പറയാം. ഉൾപ്പെടുത്തിയില്ല എന്നല്ല, നിന്ന് തന്നിട്ടില്ല. കണ്ടില്ല, വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവർ ഓടിപ്പോകുന്നു. അതാണ് മൂത്താപ്പൻ്റെ മൂത്ത മോന്. ഇത് താത്താൻ്റെ മക്കളും എൻ്റെ മോള്. അങ്ങനെ ബാക്കിയൊക്കെ ഇത് ഞങ്ങളുടെ ഫാമിലി തന്നെ ആട്ടോ. എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇല്ലം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. 1960-ലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇല്ലമാണിത്. അന്ന് ഞങ്ങൾ തറവാട്ടത്തോരൊക്കെ കാണാൻ വന്ന സമയത്ത് ഇതാ ഒരു ശരിക്കും ഒരു പഴമയുടെ അതേ ഇത് തന്നെയായിരുന്നു. ഇപ്പം കുറേ പുതുമ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഡെക്കറേഷനും ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എന്നാൽ കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ. വല്ലാത്തൊരു തണുപ്പായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് പോയപ്പോൾ. പിന്നെ പുറമേയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഈ അരകല്ലും ആട്ടുകല്ലും അതുപോലെ അമ്മിയൊന്നും അറിയാത്തവരല്ലേ, നമ്മുടെ വീട്ടിലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത് അവർ ഈ വക കാര്യങ്ങളൊക്കെ ഈ പഴമയൊക്കെ അതേപടി തന്നെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തുള്ള അടുക്കളയിൽ ഒരുപാട് ജാതിക്കയുടെ മരങ്ങളുണ്ട്. ജാതിപത്രിയും അതേപോലെ കൊടംപുളിയും സ്റ്റാർ ഫ്രൂട്ടും നല്ല മധുരമുള്ള അമ്പഴങ്ങയും പിന്നെ ഊതിൻ്റെ മരവും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരുപാട് ഭംഗിയുള്ള ചെടികളുണ്ട്. ചെടികൾ കണ്ടിട്ട് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് അസൂയ തോന്നിയിട്ടാണ്. എല്ലാവർക്കും അറിയാലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് ചെടിയാണെങ്കിലും പച്ചക്കറികളാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാനത് തപ്പി അടിച്ച് മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവരിങ്ങനെ ഒരു പാർക്ക് പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്ന കാരണം നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം പോലും എടുക്കാൻ പറ്റില്ല. കൊതിയോടുകൂടി ഞാനിങ്ങനെ ഓരോ ചെടി ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ്. പിന്നെ ഇതാണ് ഫ്രണ്ട് ഏരിയ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടില്ലേ, ഷാദ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തണം. ഷാദ് എന്ന് മാത്രമല്ല, വന്നവരെല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ സേവ് ദ ഡേറ്റിനാണെങ്കിലും ആൽബം സോങ്സും ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് വരാറുണ്ടെന്ന് പറയും. ഞങ്ങൾ വന്ന സമയത്തും ഈ നബിദിനത്തോട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ആൽബം
ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു കുറച്ച് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് റിപ്പീറ്റേഷൻ വീഡിയോ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ളത്. കണ്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള അമ്പഴങ്ങ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് സീസൺ തെറ്റി ഉണ്ടായതാണെന്നറിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. പിന്നെ ഇതാണ് കേട്ടോ പുറമേ നിന്നുള്ളൊരു വ്യൂ. ഇതാണ് നമ്മുടെ ഇല്ലം. ഞാൻ പറയില്ല, 1960 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നത്തെ അതേ രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുപോകുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ മെയിൻ്റനൻസ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓടിട്ട വീടായതുകൊണ്ടായിരിക്കും എപ്പോഴും അങ്ങനെ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഒരു പാർക്കിൻ്റെ പ്രതീതിയാണെന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു നീന്തൽ കുളം ഉണ്ട് കേട്ടോ, കുളിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മൾ ആ കുളത്തിൻ്റെ അകത്തേക്ക് പോവാണ്. അവിടെ ഇപ്പോൾ അവർ മീൻ വളർത്തുന്നുണ്ട്. പക്ഷേ തറവാട്ടത്തെ ആളുകളൊക്കെ വന്ന സമയത്ത് ഇവരൊക്കെ അവിടെ ഇറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഷാദുവിന് ഭയങ്കരമായിട്ട് കുളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഭയങ്കര പേടി. നല്ല വഴുക്കലുണ്ടായിരുന്നു, നല്ല ആഴം ഉണ്ടായിരുന്നു. പിന്നെ നിറയെ പലതരത്തിലുള്ള മീനുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഇറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഇതാണ് ആ പറമ്പും കാര്യങ്ങളും. ഇതിനകത്തൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളുള്ള മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മഴ ഇങ്ങനെ ചാറ്റൽ മഴ ആയിട്ട് പെയ്യുന്നത് കാരണം നമുക്ക് വല്ലാങ്ങ് ഇറങ്ങി ചെയ്യാൻ പറ്റിയില്ല. കണ്ടില്ല, ഷാദ് കുളിക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ മീനുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒത്തിരി മീനുകളുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നിറയെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ച് നിന്നിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് പോയിട്ടുള്ളൂ. സൈന ടീച്ചർ പറയുന്നത് പോലെ ക്ലാരിറ്റി ഇല്ലാത്ത വ്ളോഗർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫോണൊക്കെ പുതിയതൊക്കെ മേടിച്ചിട്ട് വേണം എനിക്ക് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ എടുക്കാനും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാനൊക്കെ. ഇപ്പം ഇത്ര ക്ലാരിറ്റിയിലുള്ള വീഡിയോ ആണ് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ ഫോണിലല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നാച്ചുറൽ ഷാമ്പൂ എന്ന് പറഞ്ഞ ചെടി. ഇതിങ്ങനെ അങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഷാമ്പൂ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിൻ്റെ അകത്ത് ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ വീടല്ല ഈ ഇല്ലത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും എൻ്റെ ഫോണിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള ഒരുപാട് റൂമുകളും. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ വല്ലാണ്ടൊരു തണുപ്പാട്ടോ. അയ്യോ, ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ജസീലിൻ്റെ സൗണ്ട് കുറേ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് കട്ട് ചെയ്തത്. അങ്ങനെ നമ്മളില്ലത്തിൻ്റെ അകത്തേക്ക് പോകുന്ന വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ല സ്റ്റൈലാക്കിയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ഷോർട്സിന് വേണ്ടി എടുത്തതായതുകൊണ്ട് തന്നെ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ട് ഏരിയയാണിത്. കുറേ മുഴുവനും മരത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല തേക്ക് കൊണ്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ്. ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ എൻട്രൻസിലേക്ക് കയറുമ്പോൾ ഇവിടെയും ആ പഴയ കാര്യങ്ങൾ അതേപടി അവർ നിലനിർത്തിക്കൊണ്ട്, എന്നാലും കുറേ പുതുമകൾ അതിൻ്റെ അകത്തേക്ക് വരുത്തിയിട്ട്. ഈ ഫോണൊക്കെ നമ്മൾ കണ്ട കാലം പറഞ്ഞു. ഞാൻ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എളാപ്പൻ്റെ മോന്. ഇവരെ വീടാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഇനിയിപ്പോൾ അകത്ത് മുഴുവൻ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മക്കളുടെ റൂമും അവരുടെ റൂമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മണിച്ചിത്രത്താഴിലും അതോ വീട്ടിലൊക്കെ പോയ പോലെ എനിക്ക് അങ്ങനെയുള്ള കുറേ ആ കട്ടിലും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ട് ഇതിനകത്ത് പോകുമ്പോൾ ഏതോ ഒരു സിനിമയിൽ കണ്ട വീട്ടിലേക്ക് കയറി വന്ന പോലെയായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ പത്തായം. ഇതും ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പണ്ട് കാലങ്ങളിൽ നെല്ലൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന പത്തായാണ്. അടുക്കളയാണെങ്കിലും മോഡേൺ ആണെങ്കിൽ കൂടി അപ്പോൾ എന്നാലും പഴയ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തോട്ട് നല്ല ഭംഗിയുള്ള ഒരടുക്കളയും ഒരുപാട് 2-3 അടുക്കളയും 2-3 ഡൈനിങ് ഹാളും കുറേ ബെഡ്റൂമിൻ്റെ അകത്ത് ഡ്രസ്സിങ് റൂമും അതിൻ്റെ അപ്പുറത്ത് ബാത്റൂമൊക്കെ ആയിട്ട്, പിന്നെ ഓരോരുത്തർക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള കോൺഫറൻസ് ഹാൾ പോലത്തെ കുറേ ഹാളും. ഇവിടെയൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇതിൻ്റെ അകത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് കാണുന്നത്. ആൽബത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു റിസോർട്ട് പോയ പോലെ തന്നെയാണ്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ. ഇതിവിടെ മജ്ലിസ് നൂറൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, പിന്നെ ഫാമിലി ഫങ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്പേസാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോഴും ഓരോ പരിപാടികൾക്ക് വേണ്ടിയിട്ടും വീടിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മെയിൻ്റനൻസ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഫോണിൽ കൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി തോന്നിയിരുന്നു. പക്ഷേ വീഡിയോ ആക്കി എടുത്ത് വന്നപ്പം ക്ലാരിറ്റി കുറവാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.